നമസ്കാരം മിത്രമേ, രജീഷ് രഞ്ജു ദൈവൻ. ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയുടെ താഴെയും നല്ല കമന്റുകൾ ഇട്ട് മെഴുകുന്ന ഒരുത്തനാ. അപ്പൊ ഇവന് ഇന്നലെ എന്നെ വെല്ലുവിളിച്ചായിരുന്നു. ഒരു വീഡിയോ എന്റെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ട് പറഞ്ഞു, ഇതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയടാന്ന് പറഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വളരെ മോശമായ രീതിയിൽ തെറി വിളിച്ചുകൊണ്ടും അദ്ദേഹത്തെ വെള്ളിയാഴ്ച ദിവസം തട്ടിക്കളയുമെന്നും പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വീഡിയോ കണ്ടത്. സത്യത്തിൽ ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഞാനും ഞെട്ടിപ്പോയി. കാരണം രാഷ്ട്രീയപരമായിട്ട് നമുക്ക് സംഘപരിവാറിനോടോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോടോ ഒക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇന്ത്യൻ ഭരണഘടന നമുക്ക് അനുവദിക്കുന്ന ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് വിമർശിക്കാനായിട്ടുള്ള എല്ലാ റൈറ്റ്സും നമുക്ക് എല്ലാവർക്കും ഉണ്ട്, അതെല്ലാവരും വിമർശിക്കുന്നുണ്ട്. പക്ഷെ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയൊക്കെ തട്ടിക്കളയുമെന്നൊക്കെ പറയാൻ മനസ്സുണ്ടെങ്കിൽ അത് ആർക്കാണ് ഇത്രയും മനസ്സെന്ന് ഞാനിങ്ങനെ ചിന്തിച്ച് നോക്കിയായിരുന്നു കേട്ടോ. പക്ഷെ ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക്, ഇവനെ കണ്ടപ്പോഴത്തേക്ക്, നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നവനെ കണ്ടപ്പോഴത്തേക്ക് സത്യത്തിൽ ഒരു കോയായെ പോലെയൊക്കെ ഉണ്ട്. കാരണം താടിയൊക്കെ വെച്ച് മീശയൊക്കെ വെച്ച് ഒരു കോയാടെ ലുക്കൊക്കെ ഉണ്ട്. പക്ഷെ ഇവൻ സംഘി കോയാണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ഇവൻ മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശിയായിട്ടുള്ള മിഥുൻ എന്നാണ് ഇവന്റെ പേര്. അപ്പൊ ഈ വേട്ടാവളിയനാണ് ഇത് നടത്തിയിരിക്കുന്നത്. ഇപ്പൊ സംഘപരിവാർ കരഞ്ഞു മെഴുകി മോങ്ങിക്കൊണ്ട് വരും. ഇവൻ മാനസിക രോഗിയാണ്, മാനസിക വിഭ്രാന്തി ഉള്ളവനാണ്. അപ്പൊ സംഘി സൈബർ ഇടങ്ങളിലെല്ലാം ഈ ഒരു വാർത്ത ഇങ്ങനെ വലിയ രീതിയിൽ പ്രചരിച്ചു. ഇതിന്റെ താഴെ വരുന്ന കമന്റുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഇത്രത്തോളം വർഗീയത ഇവന്മാര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടത്. അതായത് ആ കമന്റ് ബോക്സിൽ വരുന്നത് മൊത്തം മുസ്ലിങ്ങളെ അധിക്ഷേപിച്ചും അവരെ വർഗീയവാദിയായിട്ട് ചിത്രീകരിച്ചും കൊണ്ടാണ് ഈ കമന്റുകളെല്ലാം വന്നത്. ഇവന്റെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ശക്തമായ രീതിയിൽ ഞാനത് വിമർശിച്ചിരുന്നു. അതിന്റെ താഴെയും വന്നിട്ട് നമുക്ക് കമന്റ് ഇട്ട, എടാ രജീഷെ, അതുപോലെ മറ്റേ ഞാൻ ഭാരതീയൻ, പിന്നെ ശ്രീജയ് ചൊറായി, ഇങ്ങനെ കുറെ മരവാണ സംഖ്യകളുണ്ട്. ഇവന്മാരൊക്കെ ഇതെടുത്ത് വലിയ രീതി വാർത്ത ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത് കേട്ടോളൂ. കണ്ടിട്ട് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ, നാണവും മാനവും ഉണ്ടെങ്കിൽ, നീയൊക്കെ ആണാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു കമന്റ് കൂടെ നീയൊക്കെ ഇടണം. അല്ലെങ്കിൽ ഈ വീഡിയോ എടുത്തിട്ട് നീ ഒന്ന് ചെയ്യണം കേട്ടോ. എന്നിട്ട് കൊണയടിക്കാൻ പാ. ആരെയും പറഞ്ഞില്ല, പെട്ടെന്ന് കണ്ടു കാണാൻ നല്ലൊരു കോയ അല്ലേ? ആ താടിയും മുടിയും മീശയും എല്ലാം കൂടി കാണുമ്പോൾ നല്ലൊരു കോയ. പക്ഷെ ആ കോയന്റെ സംസാരം കേട്ടിട്ടുണ്ടല്ലോ നിങ്ങളിന്ന്. ഇതാ അപ്പൊ നമ്മൾ ഉറപ്പിച്ച ഏതോ കോയ അല്ലേ? നമ്മള് BJP നേതാവിനെതിരെ ഏതോ ഒരു കോയ പറയാന്നുള്ള ഉറപ്പിച്ചില്ലേ? അപ്പൊ ഇത് രാവിലെ മുതലേ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പൊ എന്താന്നുള്ളതിന്റെ വ്യക്തത വരുത്താൻ വേണ്ടി അന്വേഷിച്ചപ്പോഴാണ് ഇത് നമ്മളെ മലപ്പുറം ജില്ലയിലുള്ള എന്താണ് ചെട്ടിപ്പടിയുള്ള വ്യക്തിയാണെന്നും പേര് മിഥുൻ എന്നാണെന്നും അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ അവിടുത്തെ വാർഡ് കൗൺസിലറായിട്ട് ബന്ധപ്പെട്ട് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് കേട്ടോ ഇത് പറയുന്നത്. അപ്പോൾ ഇത് വന്നത് ഈ മിഥുന്റെ അക്കൗണ്ടിലല്ല. ഈ വീഡിയോ വന്നത് എന്താ മണിലാൽ ചാണശ്ശേരി എന്നിട്ട് പറഞ്ഞിട്ടുള്ള വേറെ ഏതോ ഒരു അക്കൗണ്ടിലാണ് വന്നത്. മണിലാൽ ചാണകത്തിന്റെ പേജിലാണ് ഈ മിഥു എന്ന് പറയുന്ന ഈ പരനാറി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. ആത്മാഭിമാനം ഉണ്ടെങ്കിൽ, നീയൊക്കെ ഒറ്റ തന്തയ്ക്ക് ജനിച്ചവരാണെന്നുണ്ടെങ്കിൽ, എടാ ഇതിനൊക്കെ എതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം കേട്ടോ. കാരണം നീയൊക്കെ വിചാരിച്ചത് ഇത് കോയാണെന്നാ, പക്ഷെ ഇത് സംഘി കോയാണെന്നുള്ളത് ഇപ്പോഴാണ് വ്യക്തമായത്. സത്യത്തിൽ ഈ സംഘപരിവാറിന്റെ ഈ വാർത്തകൾ എന്ന് പറയുന്നത് ഊതി വീർപ്പിച്ച ബലൂൺ പോലെയാ. അത് പെട്ടെന്ന് അങ്ങ് വീർക്കും, ടപ്പെന്ന് അങ്ങ് പൊട്ടും. ഇത്രേ ഉള്ളൂ ഇവന്റെയൊക്കെ വാർത്തയുടെ ഒരു ആയുസ് എന്നുള്ളത്. അപ്പം നമ്മുടെ രജീഷ് മിത്രമേ, ചേറായി മിത്രമേ, എല്ലാ മിത്രങ്ങളോടും വളരെയധികം സന്തോഷം ഈ വാർത്ത ഞങ്ങളുടെ മുന്നിലേക്ക് എത്തി തന്നതിന്. അതിന് കൃത്യമായിട്ട് കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഞങ്ങൾ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെയൊക്കെ ഉത്തരവാദിത്വമാണ് കേട്ടോ ഇവരെത്തിക്കേണ്ടടുത്ത് എത്തിക്കുക എന്നുള്ളത്. അതിനകത്ത് കയറി ഇനി ആരും കോലിട്ടിളക്കാനോ അല്ലെങ്കിൽ ഇതിനകത്ത് കയറിയിട്ട് ഇനി ന്യായം പറയാനോ ഒരുത്തനെയും നമ്മുടെ കമന്റ് ബോക്സിൽ കണ്ടുപോരുത്. അപ്പം സുലാൻ.